അടുത്ത തവണയും പിണറായി സർക്കാരിന് അധികാരത്തിൽ വരുന്നാണല്ലോ കേൾക്കണിൻ്റെ അന്തോണി മാഷേ. അതിപ്പോ കേരളത്തിലെ ജനങ്ങള് അത്രയ്ക്ക് വിടുതം കാട്ടുമോ എൻ്റെ തിരുമേനി? നിങ്ങൾ കണ്ടോളി, അടുത്ത തവണ പിണറായി തന്നെ കേരളം ഭരിക്കും. അടുത്ത തവണ തിരുവനന്തപുരത്തെ സഭയിലെ മിനിമം 15 സീറ്റെങ്കിലും ഞങ്ങൾ പിടിക്കില്ല ആചാരേ. അതേ, കേരള രാഷ്ട്രീയത്തിലെ അണ്ടർഫ്ലോ അറിയാതെ തിരുമേനി വെറുതെ വായന തോന്നിയത് പറയരുത്. ഹാജരെ, കണക്കുകൾ പറയണത് അവർക്കിപ്പോൾ കേരളത്തിൽ 20% വോട്ടുണ്ടെന്നാണ്. ശതമാനക്കണക്കൊക്കെ കയ്യിലിരിക്കുള്ളൂ മാഷ്. അത് സീറ്റായി മാറാൻ ഞങ്ങൾ സമ്മതിച്ചിട്ട് വേണ്ടേ? ആചാരേ, അവിടെയാണ് നിങ്ങളുടെ കള്ളക്കളി. ചില സീറ്റിലേ ഞങ്ങൾ ജയിക്കുന്നതായിട്ട് കണ്ട നിങ്ങൾ UDF അങ്ങോട്ട് വോട്ട് മറിക്കും, എന്നിട്ട് അവരങ്ങോട്ട് ജയിപ്പിക്കും. ഇതല്ലേ നിങ്ങളുടെ പരിപാടി? അതല്ലേ രാഷ്ട്രീയം. അതിലങ്ങനെ ചില കുതന്ത്രങ്ങളൊക്കെ ഉണ്ട് തിരുമേനി. പക്ഷേ ഞങ്ങളുടെ പാർട്ടി കേരളത്തിലുള്ളിടത്തോളം കാലം തിരുമേനിയുടെ പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വരില്ല, വരാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതെങ്ങനെ തറപ്പിച്ച് പറയാൻ വരട്ടെ ഹാജരെ. ചില ബെൽറ്റുകളിൽ തിരുമേനിയുടെ പാർട്ടിക്കാർ ഡബിൾ സ്ട്രോങ്ങാ. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കില്ല അന്തോണി മാഷേ. മാഷ പാർട്ടിക്കാർ തന്നെയാണ് തിരുമേനിയുടെ പാർട്ടീനെ വളർത്തിയത്. സന്ധ്യയായി കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടു കൂട്ടരും ഒന്നാ. അതും നിങ്ങളെ സ്ഥിരം പല്ലവി തന്നെയല്ലേ. നട്ടാ കുരുക്കാത്ത കള്ളം പറയില്ല എൻ്റെ പൊന്നാചാരേ. എന്നാലേ എന്തൊക്കെ ആയാലും ഞാൻ തറപ്പിച്ചു പറയാം, അടുത്ത തവണ UDF കേരളം ഭരിക്കും. അല്ല, അങ്ങനെ വന്ന ആരാവും നിങ്ങളുടെ മുഖ്യമന്ത്രി? മാഷൊന്ന് പറയാക്കട്ടെ. മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള 1/2 ഡസൻ ഉഗ്രൻ നേതാക്കൾ കോൺഗ്രസിലുണ്ട്. 1/2 ഡസൻ അല്ലേ? 6 എണ്ണം. അത് തന്നെയാ കോൺഗ്രസിലെ പ്രശ്നേ. മുഖ്യമന്ത്രി പദവിക്ക് വേണ്ടിയിട്ട് ഇപ്പം തന്നെ നേതാക്കൾ തമ്മിൽ എന്താ കാട്ടിപ്പിടി. ഓ ഓ ഞങ്ങളുടേത് ഒരു വിശാലമായ ജനാധിപത്യ പാർട്ടിയാണ്. അതിൽ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവും. എന്നാലും ജനാധിപത്യത്തിന് മുറിവേൽക്കുന്ന യാതൊരു പ്രവൃത്തികളും ഞങ്ങളുടെ ആരുടെയും ഭാഗത്തു നിന്നുണ്ടാവില്ല. തീർച്ച തീർച്ച തീർച്ച. അത് 3 തരം. 75 അടിയന്തരാവസ്ഥ കൊണ്ടുവന്ന് ഇന്ത്യയിലെ എല്ലാ ജനാധിപത്യ മൂല്യങ്ങളെയും കശാപ്പ് ചെയ്ത് കോൺഗ്രസ് അല്ലേ മാഷേ? അതിപ്പോൾ രാജ്യത്ത് ഒരു പ്രത്യേക സാഹചര്യം വന്നപ്പോൾ ഇന്ദിരാജിക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വന്നു. എന്നാലെന്താ, അവരെ തന്നെ ജനം പിന്നെയും എതിരേറ്റില്ലേ? വെറുതെ വീണെടുത്ത് കിടന്നു ഉരുളല്ല എൻ്റെ അന്തോണി മാഷേ. അല്ല ആചാരേ, 2ാം പിണറായി സർക്കാരെ ഇവിടുത്തെ അടിസ്ഥാന വർഗത്തിന് വേണ്ടിയിട്ട് എന്താ ചെയ്തത് ഒന്ന് പറയണ്ട ആചാരേ. ഒരുപാട് നല്ല കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഊവേ, കാലാകാലങ്ങളിൽ സ്ഥാനത്ത് കിട്ടുന്നവരല്ലേ അടിസ്ഥാന വർഗക്കാർ തിരുമേനി? അങ്ങനെ പറയാം. സഖാവ് EMSൻ്റെ ആദ്യ സർക്കാരിൻ്റെ കാലം തൊട്ടേ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ ഇതിലും വലിയ പരിഹാസങ്ങൾ പറഞ്ഞു നടന്നിട്ടുണ്ട്. ഞങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല തിരുമേനി. നിത്യവൃത്തിക്ക് ഗതിയില്ലാത്ത ആശാവർക്കർമാരുടെ സ്ഥിതി മഹാ കഷ്ടമാണേ. ഈ ഇടതുപക്ഷ സർക്കാർ ഇത് കേൾക്കാത്തത് എന്താണാവോ? ശിവ ആവശ്യങ്ങളുടെ കാര്യേ കഷ്ടോ. PSC മെമ്പർമാരുടെ ശമ്പളം 4.25 ലക്ഷം രൂപ മുൻകാല പ്രാബല്യത്തോടെ. കിഫ്ബിയുടെ കടം തീർത്തു, പലിശയും കൊടുത്തു. പിന്നെ ആകാശവാഹനം, നവകേരള ബസ്, ഇങ്ങനെ എന്തൊക്കെ അനാവശ്യ ചെലവുകൾ. ഇതിനെതിരെ പ്രതികരിക്കാൻ ഈ നാട്ടിൽ 4 നീതിമാന്മാരായ ചെറുപ്പക്കാർ ഇല്ലാതെ പോയല്ലോ എൻ്റെ കർത്താവേ. പ്രതികരിക്കാൻ ആരില്ലാന്ന്? 4 നീതിമാന്മാർ. കേഴമാൻ, കലമാൻ, പുള്ളിമാൻ എന്നീ മാനുകളെ പറ്റിയൊക്കെ കേട്ടിട്ടുമുണ്ട്, കണ്ടിട്ടുമുണ്ട്. നീതിമാൻ എന്നൊരു മാനേ നമ്മുടെ നാട്ടിലും ഇല്ല, കാട്ടിലും ഇല്ല. എൻ്റെ റബ്ബേ, കടിച്ചേലും വലുതാണല്ലോ മാളത്തിൽ ഇരിക്കണത്.